മച്ചാൻ വരെ ഇന്നൊരു ബാത്റൂമിൻ്റെ ഒരു വർക്കാണ്. അതായത് ഒരു വീട്ടിൽ ഒരു ബാത്റൂം ഇറക്കണമെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഡോറ് ഹാളിൽ നിന്ന് അകത്തോട്ടാണ് കൊടുക്കുന്നത്. ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അപ്പോൾ അതിൻ്റെ വർക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ വാനം വെട്ടി ഏകദേശം 1 അടിയോളം താഴ്ചയ്ക്കാണ് വാനം വെട്ടിയത്. എന്നിട്ട് കരിങ്കല്ല് കെട്ടുന്നുണ്ട്. അപ്പോൾ ഹെൽപ്പറില്ല. അപ്പോൾ ഹെൽപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് മേസ്തിരിയും, ഞാൻ തന്നെയാണ് ഹെൽപ്പറും. അപ്പം വീട്ടിലെ ഓണർ നിന്ന് സഹായിക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പുള്ളിക്കാരനാണ് നിന്ന് സഹായിക്കുന്നത്. എന്നാലും ചാന്ത് കൂട്ടുന്നതെല്ലാം ഞാൻ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ബാത്റൂമിൻ്റെ രണ്ടാമത് നമ്മളൊരു ബാത്റൂം ഇറക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ചുമര് കെട്ടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. മെയിനായിട്ടുള്ളത് ഈ കൺസ്ട്രക്ഷൻ വർക്ക്, വീടായാലും ബാത്റൂമായാലും എന്ത് വർക്കായാലും ഒരു മേസ്തിരി ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ചില ആൾക്കാരത് ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രശ്നം ഇവിടെ കാണുന്നുണ്ട്. കാരണം നമ്മളൊരു ചുമരിൽ അടുത്ത ഒരു ചുവര് കെട്ടാൻ നേരത്ത് ഒന്നെങ്കിൽ അതിൽ കയറ്റം കൊടുക്കണം. അത് അടിച്ച് ഹോളിട്ട് കല്ല്, ഓരോ ഹോളോ ബ്രിക്സ് ആണെങ്കിൽ ഹോളോ ബ്രിക്സ്, ചുടുകല്ലാണെങ്കിൽ ചുടുകല്ല് അടിച്ച് കയറ്റം കൊടുക്കണം. കയറ്റം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു ഒരടി നീളത്തിന് കമ്പി പീസ് മുറിച്ചിട്ട്, 8M കമ്പിയോ ഏത് കമ്പിയാലും മതി, മുറിച്ചിട്ട് നമുക്ക് ഒന്നരടം വിട്ട് നമുക്ക് അടിച്ച് കയറ്റം കൊടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും നമ്മളെ കെട്ടിന് സ്ട്രോങ് ആയിരിക്കും. അത് പൊട്ടൽ വിടില്ല. നമ്മൾ കയറ്റം കൊടുക്കാതെ അതിൽ ഗ്രൗട്ട് തേച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒഴുങ്ക് കെട്ടിപ്പോയി കഴിഞ്ഞാൽ അത് കുറച്ച് നാൾ കഴിയുമ്പം പൊട്ടൽ വിടും. കുറച്ച് നാളെന്ന് വെച്ച് കഴിഞ്ഞാൽ കെട്ടി തീർന്നതിൻ്റെ പിറ്റേന്ന് പൊട്ടൽ വിടില്ല. അത് ഒരു വർഷം 2 വർഷമൊക്കെ കഴിയുമ്പോൾ പതുക്കെ പൊട്ടൽ വീഴുന്നു തുടങ്ങും. ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഈ ഒരു ചുവര് കാണിച്ചു തരുന്നുണ്ട്. അതിൽ പൊട്ടൽ വീഴുന്നതിൻ്റെ ആ ഒരു ചുവര് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ബാത്റൂം എടുത്തിരിക്കുന്നത് 4 അടി നീളം 3 അടി വീതി. കാരണം ചെറുതായിട്ട് എടുക്കാൻ പറ്റും. കാരണം അതിൻ്റെ ഫ്രണ്ടാണ്, അതായത് വീടിൻ്റെ ഫ്രണ്ട് സൈഡിലാണ് ഈ ബാത്റൂം വരുന്നത്. അതുകൊണ്ട് നമ്മൾ വെന്റിലേഷൻ കാണാത്ത കണക്കിന് ഒരു സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ നമ്മൾ വെന്റിലേഷൻ കൊടുത്തിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ മുഴുവൻ കരിങ്കല്ലാണ് കെട്ടുന്നത്. കോൺക്രീറ്റ് ഒന്നും ചെയ്തിട്ടില്ല. കരിങ്കല്ല്, കാരണം നല്ല സ്ട്രോങ്, നല്ല വലിയ കരിങ്കല്ല് വെച്ചാണ് കെട്ടുന്നത്. അതിപ്പോൾ നമ്മൾ ഏകദേശം കരിങ്കല്ല് കെട്ടി തീർന്നിട്ടുണ്ട്. അപ്പം ഇന്ന് ഏകദേശം 4 വരി ഹോളോ ബ്രിക്സ് വയ്ക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വരി കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ 4-5 കെട്ടാണ് കെട്ടുന്നത്. അപ്പോൾ സ്ട്രോങ് അല്ല. അതുമല്ലാതെ എല്ലാവരും പുള്ളിക്കാരൻ വീട്ടിൻ്റെ ഓണറും നല്ല തളർന്നു. അതുകൊണ്ട് നമ്മളിന്ന് കരിങ്കല്ല് കെട്ടി 4 വരി ഹോളോ ബ്രിക്സ് കെട്ടിയിട്ട് പോകും. അടുത്ത ദിവസം വന്ന് അടുത്ത ഇത് വയ്ക്കും. ഇതിപ്പോൾ നമ്മൾ കരിങ്കല്ല് കെട്ടി ഇതിപ്പോൾ 4 വരി ഹോളോ ബ്രിക്സ് വെക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ കെട്ടുന്നത്. ഇപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ബാത്റൂമിന് ചെയ്യുമ്പോൾ എപ്പോഴും ബാത്റൂം കണപ്പ്, അതായത് കറക്റ്റ് സ്ക്വയർ ആയിട്ടായിരിക്കണം ചെയ്യണം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഈ ടൈലൊക്കെ ഇടുമ്പോൾ ഒരുപാട് പീസും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ മാക്സിമം കണപ്പ് കിട്ടുമെങ്കിൽ കണപ്പിന് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇപ്പോൾ ഞാൻ ചുമരിൽ അടിച്ച് ചാന്ത്, അതായത് പൂശാനം മിഷ്യൻ വെച്ച് കട്ട് ചെയ്ത് പൂശാനം അത്ര അടിച്ച് കളഞ്ഞിട്ടാണ് ഒരു വരി ഇപ്പം വെച്ചു. അടുത്ത രണ്ടാമത്തെ വരി വയ്ക്കുമ്പം ഒരു കമ്പിത്തുണ്ട് നമ്മൾ അടിച്ച് വയ്ക്കും. അപ്പോൾ അത് അത്രയ്ക്കും ബലമാണ്. കാരണം ഇത് വാർക്കണതല്ല, മേളിൽ റൂഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഷീറ്റ് ഹോളോ ബ്രിക്സ് കെട്ടുന്നത് ഷീറ്റിൽ കൊണ്ട് മുട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ബാത്റൂം ഇറക്കുന്നുവെങ്കിൽ, ബാത്റൂം ചെയ്യുമ്പോൾ ഇതേപോലെ രണ്ടാമത് ചെയ്യുന്ന ബാത്റൂം ആണെങ്കിൽ ചുമരിൽ അടിച്ചിരുന്ന കമ്പി കയറ്റം കൊടുത്ത് തന്നെ ചെയ്യാൻ നോക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ അത് ദോഷം ചെയ്യും. ഇതിപ്പം നമ്മൾ 4 വരി വെച്ചിട്ട്, അപ്പം ഞാൻ ഇതിൻ്റെ വീഡിയോ ഒരുമിച്ചാണ് എടുക്കുന്നത് കേട്ടോ. കാരണം രണ്ടാമത്തെ ദിവസം കൂടി നിന്ന് വീഡിയോ അങ്ങനെയാണ് എടുക്കുന്നത്, ഒരുമിച്ചാണ് ഇടുന്നത്. കാരണം വേറെ വർക്കുകൾ ഒരുപാട് ഉള്ളത് കൊണ്ട് നമുക്ക് വരാൻ സമയം കിട്ടിയില്ല. ഇതിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് രണ്ടാമത് വർക്ക് വന്ന് ചെയ്തത്. അപ്പോൾ ഇന്ന് ചെയ്ത് അത് കംപ്ലീറ്റ് വിട്ട് അവിടെ ഒരു ഡോറിന് ഇടിക്കണം. അതായത് ഈ കാണുന്ന ഭാഗത്താണ് നമ്മൾ ഡോറ് വരുന്നത്. അതിൻ്റെ ഞാൻ നിൽക്കുന്നതിൻ്റെ പുറകു ഭാഗത്ത് നിങ്ങൾ കാണുമ്പോൾ അറിയാം ഒരു പൊട്ടൽ. അത് അടുക്കള ഈ ഹാളിൽ കൂടി കെട്ടിയതാണ്. ഇതേപോലെ കമ്പിയൊന്നും കൊടുക്കാത്തത് കൊണ്ടാണ് പൊട്ടൽ വീഴുന്നത്. ഇപ്പോൾ നമ്മളിവിടെ അടിച്ച് പൊത്തിട്ട് ഒരു 75 സെൻറ്റിമീറ്റർ വീതിക്ക് ഒരു ഡോർ ഇടണം. അതാണ് ഇപ്പോൾ നമ്മളെ കണക്കൂട്ടിൽ. പണ്ടത്തെ കെട്ടാണ്, ചുടുകല്ല് പണ്ടത്തെ കെട്ടാണെങ്കിലും നല്ല സ്ട്രോങ് ആണ്. കാരണം പണ്ടത്തെ ഇഷ്ടിക എന്ന് പറയുന്നത് 2 ഇഞ്ച് കനം അത്രയൊക്കെ വരത്തുള്ളൂ. ഇപ്പോഴത്തെ പോലത്തെ ഇഷ്ടിക അല്ല. പണ്ടത്തെ ഇഷ്ടിക എന്ന് വെച്ചാൽ നല്ല കമ്പനി ഇഷ്ടികയാണ്, നല്ല സ്ട്രോങ്ങുമാണ്, അടിച്ചാൽ അനങ്ങത്തില്ല. നമ്മൾ അതുപോലെ തന്നെ ചാന്തുവനം, നല്ല ചാന്തുവനായിട്ടാണ് കെട്ടുന്നത്. ഇപ്പം പണിയുമ്പോൾ മാക്സിമം ചാന്ത് കുറച്ചിട്ടാണ് കെട്ടുന്നത്. അതായത് ചാന്തുവനം കൂട്ടാതെയാണ് കെട്ടുന്നത്, ഇഷ്ടിക കൂട്ടും. ഇത് പണ്ടത്തെ കെട്ടായതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിരുന്നു. കാരണം ഏകദേശം ഒരു 2-2.5 മണിക്കൂർ എടുത്ത് ഞങ്ങൾ ഈ ഉളിയും ചുറ്റിലും വെച്ച് അടിച്ച് പൊട്ടിക്കാൻ വേണ്ടി. ഇത്തിരി പാടുപെട്ടാൽ നമ്മളത് അടിച്ച് ഒരു പൊത്തൽ വീഴ്ത്തിയത്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. കാരണം ഒരുപാട് ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, അവർ ലൈക്കൊന്നും ചെയ്യാറില്ല. ഇതുപോലെ ഞങ്ങൾ ഓരോ കമ്പിത്തുണ്ട് 2 സൈഡിലും കമ്പിത്തുണ്ട് അടിച്ചു കൊടുത്തു കേട്ടോ. അപ്പം ഇനി ഈ ചുവര് പൊട്ടൽ വരത്തില്ല. അത് 100% എൻ്റെ ഗ്യാരണ്ടിയാണ്. കാരണം ഒരു മേസ്തിരി പണി ചെയ്യുമ്പോൾ മേസ്തിരിയുടെ ഗ്യാരണ്ടി, മേസ്തിരിയുടെ ഉറപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെ ചെയ്യാൻ. മേസ്തിരിക്ക് ഒരു ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. കാരണം മേസ്തിരിമാരാകുമ്പോൾ അവർ ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. പിന്നെ ഇത് പ്ലാസ്റ്റിക് ഉണ്ട്, എന്നാലും നമ്മളൊന്ന് വരച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ സൈഡിലാണ് ഒരു വെന്റിലേഷൻ കൊടുത്തത്. ഈ സൈഡിൽ വെന്റിലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു സൈഡിലോട്ടായിരിക്കുമ്പോൾ വൃത്തികേടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ സൈഡിലോട്ട് ഒരു വെന്റിലേഷൻ കൊടുത്തത്. ഇപ്പം കെട്ടിമുട്ടാക്കിയത് ഇവിടെയാണ് ഡോറ്. ഇത് വീട്ടിനകത്താണ്. ഏകദേശം 75 സെൻറ്റിമീറ്റർ ഡോറ് ഇട്ട് സംഭവം പൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം.